ഓക്കെ, നമ്മൾ 14-ാമത്തെ പേജിൽ ബീഫ് ക്യാരക്ടറിസ്റ്റിക് സ്കെച്ച് ചോദിച്ചിരിക്കുന്നതിൽ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന അല്ലെങ്കിൽ സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നതിൽ നമ്മൾ എലിസണ്ടയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, 14-ാമത്തെ പേജിൽ ആ ക്വസ്റ്റിന്റെ 1-ാമത്തെ ക്വസ്റ്റിന്റെ 2-ാമത്തെ ഭാഗത്തിൽ ഉള്ള ഇതാണ്. ഓക്കെ, ബ്രീഫ് ക്യാരക്ടർ സ്കെച്ചസ് ഓഫ് ദി എലിസണ്ടയുടെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ലഘുവായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച്, അതായത് ക്യാരക്ടർ സ്വഭാവത്തെ വിവരണം. ഓക്കെ, എലിസണ്ട ഈസ് ഇനിഷ്യലി പോർട്രേഡ് ആസ് എ കൺസേൺഡ് മദർ. അതായത് എലിസണ്ടയെ ഇനീഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രാരംഭത്തിൽ അല്ലെങ്കിൽ ആരംഭത്തിൽ എന്നാണ്, അല്ലെങ്കിൽ ഡെപ്പിക്റ്റഡ് അല്ലെങ്കിൽ ഷോൺ. അപ്പൊ ആരംഭത്തിൽ എലിസണ്ടയെ എന്തായിട്ടാണ് ഇനീഷ്യലി ആരംഭത്തിൽ പോർട്രേഡ് അല്ലെങ്കിൽ ഡെപ്പിക്റ്റഡ് അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്നത് ആസ് എ കൺസേൺഡ്, അതായത് വളരെയധികം ശ്രദ്ധ നൽകുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ 1-ാമത്തെ ക്യാരക്ടർ മനസ്സിലാക്കി. ടെൻഡിങ് ടു ഹെർ സിക്ക് ചൈൽഡ് വിത്ത് കെയർ ആൻഡ് അർജൻസി. അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ടെൻഡിങ്, അതായത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്താണ്? ടു ഹെർ സിക്ക് ചൈൽഡ്, അവളുടെ രോഗത്തിലിരിക്കുന്ന കുഞ്ഞിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയായിട്ടാണ് കാണിച്ചത്. വിത്ത് കെയർ ആൻഡ് അർജൻസി. എങ്ങനെയാണ്? കെയർ, സംരക്ഷണവും എത്രയും വേഗത്തിൽ സംരക്ഷണം നൽകാവോ അത്രയും വേഗത്തിൽ സംരക്ഷണം നൽകുന്ന ഒരു കുഞ്ഞായിട്ട് കാണിച്ചിരിക്കുകയാണ്. വെൻ ഷി ഫസ്റ്റ് സീസ്, എപ്പോഴാണോ അവൾ ആദ്യം കാണുന്നത് ദ ഓൾഡ് മാൻ, ആ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനെ, ഷീ ഷോക്ക്ഡ്, അവൾ എന്ത് ചെയ്തിരിക്കുന്നു? അവൾ ഷോക്ക്ഡ്, അല്ലെങ്കിൽ അവൾ അതിശയപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവൾ സ്തബ്ധായി പോയി. ബട്ട് ക്വിക്ക്ലി, പക്ഷേ പെട്ടെന്ന് തന്നെ, ഷീ അഡാപ്റ്റ്സ്, അവൾ ആ ഒരു സിറ്റുവേഷൻ സാഹചര്യത്തോട് ഇഴുകിച്ചേരുന്നു. ഷോയിങ് എ പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ്, എന്നിട്ട് അവൾ എന്താ ചെയ്യുന്നു? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിനെ അവൾ കാണിക്കുന്നു. ആസ് ദ ഏഞ്ചൽ ഡ്രോസ്, അതായത് ഏഞ്ചൽ അടുത്ത് വരുമ്പോൾ ക്രൗഡ്സ്, അതായത് ക്രൗഡിനെ ഏഞ്ചൽ എന്ത് ചെയ്യുന്നു? അടുപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഷീ, അവൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്സ്, ആക്റ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശുഷ്കാന്തിയോടുകൂടി പാർട്ടിസിപ്പേറ്റ്സ്, അത് പങ്കെടുക്കുന്നു. ഇൻ ടേണിംഗ് ദ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ, ഓക്കെ, ടേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റുന്നു, ആ സാഹചര്യത്തെ മാറ്റുന്നു. ഇൻ ടു എ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒരു ബിസിനസിന്റെ അവസരമായിട്ട് അവൾ ഓപ്പർച്യൂണിറ്റി അവസരമാക്കി മാറ്റുകയാണ്. ആളുകൾ ഒത്തിരി ഈ ഏഞ്ചലിനെ കാണുവാനായിട്ട് വരുന്ന സമയത്ത് റിവീലിംഗ്, അതായത് വെളിപ്പെടുത്തുന്നു. ഹെർ റിസോഴ്സ്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിലുള്ള ആ കഴിവുകളെ, ആൻഡ് മെറ്റീരിയൽ അംബീഷൻ, അതായത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ, അതായത് ധനസമ്പാദനത്തിനുള്ള ആഗ്രഹം അവളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓവർ ടൈം, സമയം പോകുമ്പോൾ എലിസണ്ട ആയിത്തീരുന്നു എമോഷണലി ഡിറ്റാച്ച്ഡ്. എമോഷണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകാരികപദമായിട്ട് ഡിറ്റാച്ച്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകന്നു പോയിരിക്കുന്നു. ഫ്രം ദി ഏഞ്ചലിൽ നിന്ന്. വ്യൂയിങ് ഹിം, അവനെ കാണുന്നു. ആസ് എ ബേർഡൻ, ഒരു ശല്യമായിട്ട്. റാദർ ദാൻ എ മിറക്കിൾ, ഒരു അത്ഭുതമായിട്ടല്ല അവനെ കാണുന്നത്. സമയം പുരോഗമിച്ചപ്പോൾ ഇവനെ കാണുന്നത് ഒരു ബേർഡനായിട്ട് അല്ലെങ്കിൽ ഒരു ഭാരമായിട്ടാണ് കാണപ്പെടുന്നത്. ഹെർ ഇന്റലിജൻസ് വിത്ത് വെൽത്ത്, അവളുടെ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണത്തെ എങ്ങനെയാണ് അവള് ഇൻ വെൽത്ത്, അവള് പണത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറൻസ് ഓർ ലീനിയൻസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, അല്ലെങ്കിൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അവളുടെ ആ ഒരു പണത്തിനെ അവൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പണത്തെ എങ്ങനെ അവള് വ്യവഹാരം ചെയ്യുന്നു. ഇൻ വെൽത്ത്. സ്റ്റിൻ ഷൂസ് ആൻഡ് സിൽക്ക് ഡ്രസ്, അവൾ മേടിക്കുന്നത് കണ്ടില്ലേ, വളരെ ഹൈ ഹീലുള്ള ഷൂകൾ മേടിക്കുന്നതും അതുപോലെ തന്നെ സിൽക്കിന്റെ പട്ടിന്റെ ഡ്രസ്സ് മേടിക്കുന്നതും ഹൈലൈറ്റ്സ്, ഉയർത്തിക്കാട്ടുന്നു. ഹെർ ഷിഫ്റ്റ്, അവളുടെ മാറ്റം. ടുവേഡ്സ്, ഒന്നിലേക്ക്, എന്തിലേക്കാണ്? കംഫോർട്ട് ആൻഡ് സ്റ്റാറ്റസ്, അതായത് സുഖത്തിലേക്കും സമൂഹത്തിലെ ഒരു നിലയും വിലയിലേക്കുമുള്ള അവളുടെ ഒരു മാറ്റമാണ് കാണിച്ചു തരുന്നത്. ഡിസ്പൈറ്റ് ഹെർ പ്രോസ്പെരിറ്റി, ഇത്രയൊക്കെ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി എന്നാണ് പ്രോസ്പെരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഡിസ്പൈറ്റ് എന്ന് വെച്ചാൽ ഇത്രയൊക്കെ പ്രോസ്പെരിറ്റി, ഒക്കെ അഭിവൃദ്ധി. ഷീ
ഷീ റിമെയിൻസ് അൺഈസി, അവള് എന്നിട്ടും നിൽക്കുന്നു, അൺഈസി സമാധാനമില്ലാതെ, എബൌട്ട് ദ ഏഞ്ചൽസ് പ്രസൻസ്, ഏഞ്ചലിന്റെ സാന്നിധ്യത്തെ അവൾ സമാധാനം ഇല്ലാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ ഇൻസ്റ്റോളിങ് അയൺ ബാർസ്, എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഇൻസ്റ്റോളിങ്, അതായത് വച്ചു പിടിപ്പിച്ചു എന്ത്? അയൺ ബാർസ്, ഇരുമ്പിന്റെ ദണ്ടുകൾ, ഓൺ വിൻഡോസ്, വിൻഡോകളിൽ അല്ലെങ്കിൽ ജനലുകളിൽ, ടു കീപ്പ് ഫ്യൂച്ചർ ഫർദർ ഏഞ്ചൽസ് ഔട്ട്, ഇനി ഏഞ്ചൽസ് അവളുടെ വീട്ടിലേക്ക് കയറാതിരിക്കുന്ന, ടു കീപ്പ് ഫ്യൂച്ചർ ഏഞ്ചൽസ് ഔട്ട്, അതായത് ഏഞ്ചൽസ് വേറൊരു ഏഞ്ചലും അവളുടെ വീട്ടിലേക്ക് കയറാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവള് എന്ത് ചെയ്യുന്നു? അയൺ ബാർ, ഇരുമ്പിന്റെ ദണ്ടുകൾ വെച്ച് പിടിപ്പിക്കുന്നു. എവിടെ? വിൻഡോയില്. ഹെർ ഫൈനൽ റിയാക്ഷൻ, അവളുടെ ഏറ്റവും അവസാനത്തെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം, റിലീഫ് ആസ് ഏഞ്ചൽ ഫ്ലൈസ് അവേ, റിലീഫ്, ഒരു സമാധാനം നൽകുന്നതാകുന്നു. എപ്പോഴാണ്? ഏഞ്ചല് പറന്നു പോയപ്പോൾ. ഷോസ്, കാണിച്ചു തരുന്നു. എ ഡിസയർ ടു, ഒരു ഡിസയർ, ആഗ്രഹം. ടു റിട്ടേൺ, തിരിച്ചു വരാൻ. ടു നോർമൽസി, അതായത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു ആഗ്രഹം കാണിക്കുന്നു. ആൻഡ് ഷെഡ് ഡിസ്കംഫോർട്ട്, അതുപോലെ തന്നെ ഡിസ്കംഫോർട്ട്, സുഖകരമല്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള ആഗ്രഹവും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഗ്രഹത്തെയും കാണിച്ചു തരുന്നു. ത്രൂ എലസിൻഡയിലൂടെ ദ സ്റ്റോറി എക്സ്പ്ലോർ, അതായത് ഗഹനമായിട്ട് പഠനം നടത്തുന്നു, അല്ലെങ്കിൽ ട്രാവൽസ്, അല്ലെങ്കിൽ കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ കണ്ടെത്തുന്നു. ഹൗ, എങ്ങനെ, ഈസിലി, വളരെ എളുപ്പത്തിൽ, ഹ്യൂമൻ, മനുഷ്യൻ, വണ്ടർ ക്യാൻ ടേൺ ഇൻ ടു വെറീനസ്, അതായത് മനുഷ്യന് ഈ വണ്ടർ, അതിശയം എങ്ങനെയാണ് ഒരു പ്രയാസമായി തീരുന്നത് എന്ന് കാണിച്ചു തരുന്നു. ആൻഡ് എങ്ങനെയാണ് മിറക്കിൾസ് ആർ ഓഫൺ, മിറക്കിൾസ്, അതായത് അതിശയങ്ങളെ മിസ് അണ്ടർസ്റ്റുഡ്, ശരിയായി മനസ്സിലാക്കാതെ, ഡിവാലുവേറ്റഡ്, അതായത് അതിന് ശരിയായ വിലയും കൊടുക്കാതിരിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.